ഹാഡിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CAPM അപ്രോച്ചാണ്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വാല്യുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് CAPM. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കാം. ദിസ് അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ വില്യം ഷാർപ്പ്. നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള വില്യം ഷാർപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? CAPM പറയുന്ന ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർസ് ഡിപ്പെൻഡ് അപ്പോൺ എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഈ ഒരു അപ്രോച്ച് പ്രകാരം നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് റിട്ടേണിൽ എന്തുണ്ടായിരിക്കും? റിസ്ക്കും കൂടിയും അതിൽ ഉണ്ടായിരിക്കും. ഇഫ് മോർ റിസ്ക് അസോസിയേറ്റ് വിത്ത് ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ റിട്ടേൺ. നമ്മൾ കൂടുതൽ റിസ്ക് അതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ റിട്ടേൺ കിട്ടും. ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെസ് റിസ്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് ലെസ് റിട്ടേൺ. കുറഞ്ഞ റിസ്ക് ആണ് അതുമായിട്ടുള്ളെങ്കിൽ കുറഞ്ഞ റിട്ടേൺ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ CAPM എന്ന് പറയുന്ന അപ്രോച്ച് മെഷർ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ്. രണ്ട് റിസ്ക് ഉണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് എന്ത് മെഷർ ചെയ്യുന്നത്? CAPM മെഷർ ചെയ്യുന്നത്. അപ്പോൾ CAPM കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, CAPM ഫുൾ ഫോം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. ഡെവലപ്ഡ് ആരാണ്? വില്യം ഷാർപ്പാണ്. അയാളൊരു നോബൽ പ്രൈസ് വിന്നറാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൽ എന്തുണ്ടായിരിക്കും? അതുമായി ബന്ധപ്പെട്ട റിസ്ക് ഉണ്ടായിരിക്കും. നമ്മൾ നല്ല റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല റിട്ടേൺ കിട്ടും. ഇനി കുറഞ്ഞ റിസ്ക് എടുക്കുക വെച്ചാൽ കുറഞ്ഞ റിട്ടേൺ കിട്ടും. ദെൻ CAPM അപ്രോച്ചിൽ ഏത് റിസ്ക്കാണ് മെഷർ ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമാണ് മെഷർ ചെയ്യുന്നത്. എന്ത് മെഷർ ചെയ്യുന്നില്ല? സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർമെൻറ്റ് നടത്തുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. CAPMൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ പോയിൻ്റാണ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത് CAPM. മെഷേഴ്സ് റിസ്ക് ആൻഡ് റിട്ടേൺ റിലേഷൻഷിപ്പ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, റിസ്ക്കും റിട്ടേണും അല്ലേ? ഹൈ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ കിട്ടും, കുറഞ്ഞ റിസ്ക് ആണെങ്കിൽ കുറഞ്ഞ റിട്ടേൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ സഹായിക്കും. മെഷേഴ്സ് സിസ്റ്റമാറ്റിക് റിസ്ക് ത്രൂ ബീറ്റ. നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നത് ബീറ്റയിലൂടെയാണ്. യൂസ്ഫുൾ ഫോർ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് CAPM. അസിസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് സഹായിക്കുന്ന ഒരു മെത്തേഡാണിത് CAPM. യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന്, അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ എന്ത് സഹായിക്കും? CAPM സഹായിക്കും. മാർക്കറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണിത് CAPM. അപ്പോൾ CAPM എന്താണ്? ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. വൈഡ്ലി ആക്സെപ്റ്റഡ് മോഡലാണ്. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലും റിസ്ക് മാനേജ്മെൻറ്റിലും വൈഡ്ലി ആക്സെപ്റ്റഡ് ഉള്ള ഒരു മെത്തേഡാണിത് CAPM. ഹെൽപ്സ് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ. ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേഷനും എന്ത് നമുക്ക് ഉപയോഗിക്കാം? CAPM ഉപയോഗിക്കാം. അപ്പോൾ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് CAPM വരുന്നത്. അതിൽ ഏത് റിസ്ക് മാത്രം മെഷറുള്ളൂ? സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം മെഷറുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CAPMൻ്റെ ഫോർമുലയാണ്, ഇക്വേഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. K = RF + βI × RM - RF ആണ്. അതിൽ K എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്.
BI ബീറ്റ ഐ എന്ന് പറഞ്ഞാൽ ബീറ്റ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കാം. കൃത്യമായിട്ട് എന്താണ് ആർ എഫ് പ്ലസ് ബീറ്റ ഐ ആർ എം മൈനസ് ആർ എഫ് ആണ് ഇക്വേഷൻ. ഓരോന്നും എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. പ്രോബ്ലമാണ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അണ്ടർ CAPM യൂസിങ് ഫോളോയിങ് ഡാറ്റ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാമെന്ന് പറഞ്ഞിട്ടുള്ളത് CAPM മെത്തേഡ് പ്രകാരം. ഇവിടെ നൽകിയിട്ടുള്ളത് റിസ്ക് ഫ്രീ റേറ്റ് നൽകിയിട്ടുണ്ട്. RF എത്രയാണ്? 8%. റിസ്ക് ഫ്രീ റേറ്റ് നൽകിയിട്ടുണ്ട് 8%. ദെൻ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ RM 15%. ബീറ്റ ഓഫ് കോഎഫിഷ്യൻ്റ് ബീറ്റ ഐ 1.2 ആണ്. ഇനി നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്നു. K = RF പ്ലസ് ബീറ്റ ഐ ഇൻറ്റു RM മൈനസ് RF. അത് നമ്മൾ എഴുതുമ്പോൾ അല്ലേ K = 8% പ്ലസ് 1.2 ഇൻറ്റു 15% മൈനസ് 8%. K = 8% പ്ലസ് 1.2 ഇൻറ്റു 7% കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8% പ്ലസ് 8.4%. K = 16.4% കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 16.4%. വളരെ എളുപ്പമുള്ള ഏരിയയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. തിയറിയും വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് തിയറിയും വന്നിരുന്നു, പ്രോബ്ലം വന്നിരുന്നു. കൃത്യമായിട്ട് ആ ഏരിയക്ക് പ്രാധാന്യം നൽകാം. നെക്സ്റ്റാണ് കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ്. അപ്പോൾ 4ാമത്തെ കോമ്പൗണ്ടാണ്. നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പറഞ്ഞു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് പറഞ്ഞു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പറഞ്ഞു. ഇനിയാണിത് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ that a company must earn on reinvestment profit to satisfy shareholders. അപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണിത് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഇതിലൂടെ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സിൻ്റെ ഇക്വേഷനും കൂടി നമുക്ക് കൃത്യമായിട്ട് പറയാം. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് ഇഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE 15%, ടാക്സ് റേറ്റ് 30%, ബ്രോക്കറേജ് ഓർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%. ഈ രീതിയിലുള്ള ചോദ്യം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. കോസ്റ്റ് ഓഫ് റീറ്റെയിൽ ഏർണിങ്സിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ KR ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KD ആണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് KP ആണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE ആണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൽ ഏർണിങ്സ് KR ആണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. KR = KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. ഇതാണ് റീറ്റെയിൽ ഏർണിങ്സ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് KE ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടിരും? D/NP കണ്ടിട്ട് എന്ത് കണ്ടിരും? KE കണ്ടുപിടിക്കണം. ഈ ചോദ്യം നൽകിയിട്ടുണ്ട്, KE നൽകിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ KR എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൽ ഏർണിങ്സ് ആണ്, KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്, B എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നൽകുമ്പോൾ KR = 15%, ഇക്വിറ്റി എത്രയാണ്? 15%, ഇൻറ്റു ടാക്സ് എത്രയാണ്? 30%, 1 - 30% ഇൻറ്റു 1 - 5%. ദാറ്റ് ഈസ് ഈക്വൽ ടു 15% ഇൻറ്റു 0.70 ഇൻറ്റു 0.95. ദാറ്റ് ഈസ് ഈക്വൽ ടു 15% ഇൻറ്റു 0.665 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.975 എന്ന് കിട്ടും.
KR കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് 9.975 എന്ന് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 4 കോമ്പോണൻസും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ക്ലാസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.